പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മൂന്നാമതായിട്ട് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോർമാറ്റീവ് ആൻഡ് എംപിരിക്കൽ അപ്രോച്ച് എന്താണെന്നുള്ളതാണ്. നോർമാറ്റീവ് ആൻഡ് എംപിരിക്കൽ അപ്രോച്ച് നമ്മളിതിൽ പറയുമ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ടേമാണ് നോർമാറ്റീവ് എന്നുള്ളതും എംപിരിക്കൽ എന്നുള്ളതും. അത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ലക്ഷ്യം വെക്കുന്നത്. നോർമാറ്റീവ് അപ്രോച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ സ്റ്റേറ്റ് ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യൂണിവേഴ്സൽ വാല്യൂസ്, ലോകത്തെല്ലായിടത്തും സ്റ്റേറ്റ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന രീതിയിൽ ഒരു യൂണിവേഴ്സൽ വാല്യൂസ് നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൂല്യങ്ങളെ കണ്ടെത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യാന്നുള്ള രീതിയെ വിളിക്കുന്ന പേരാണ് നോർമാറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലോകത്ത് ഒരു ഇന്ത്യ രാജ്യം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അമേരിക്ക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ആ രീതിയിൽ ഒരു യൂണിവേഴ്സൽ വാല്യൂ, ലോകത്താകമാനം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്നുള്ളതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, ഓരോ രാജ്യങ്ങളെയും പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുക എന്നുള്ള രീതിയാണ് നോർമാറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് എംപിരിക്കൽ അപ്രോച്ച്. എംപിരിക്കൽ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് സയൻറ്റിഫിക് എന്നാണ്, ശാസ്ത്രീയമായ രീതിയിൽ എന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെയാണ് സമൂഹത്തിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ പരിഹാരം കാണണം, അങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്ന രീതിയെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ സമീപിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ അപ്രോച്ച്. അപ്പോൾ ഇവിടെ ഒരു ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് എന്നുള്ള. അപ്പോൾ എന്താണ് പ്രശ്നം, ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാം, ആ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് എംപിരിക്കൽ അപ്രോച്ച് എന്നുള്ളത്. ശാസ്ത്രീയമായിട്ട് രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു ഭാഗമാണ് ടെക്സ്ച്വൽ മെത്തേഡും കോൺടെക്സ്ച്വൽ മെത്തേഡും. അപ്പോൾ ടെക്സ്ച്വൽ മെത്തേഡ്, കോൺടെക്സ്ച്വൽ മെത്തേഡ്, പൊളിറ്റിക്കൽ സയൻസിനെ രണ്ട് രീതികളിൽ പഠനം നടത്താൻ ഉപയോഗിക്കുന്ന മറ്റ് രീതികളാണ്. ഇവിടെ ടെക്സ്ച്വൽ മെത്തേഡ് കൊടുത്തിട്ടുണ്ട്, കോൺടെക്സ്ച്വൽ മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ എന്താണ് ടെക്സ്ച്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ടെക്സ്റ്റ് പെട്ടെന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ടെക്സ്റ്റ്, പുസ്തകങ്ങൾ അല്ലെങ്കിൽ രചനകൾ, ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ടെക്സ്ച്വൽ മെത്തേഡ് എന്ന് വെച്ചാൽ ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെ ചരിത്രകാരന്മാരുടെ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പുസ്തകങ്ങളെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുടെ, ലേഖനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന രീതിയെയാണ് നമ്മൾ ടെക്സ്ച്വൽ മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, ഒരു ടെക്സ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ അന്ന് രചിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ അന്ന് രചിക്കപ്പെട്ടിട്ടുള്ള ലേഖനങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുക. അതായത് അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റുകളെ ആശ്രയിച്ചു കൊണ്ട് പഠനം നടത്തുന്ന രീതിയെയാണ് നമ്മൾ ടെക്സ്ച്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പുസ്തകങ്ങൾ, ലേഖനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇനി മാഗസിൻസ്, അങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന വ്യക്തികളുടെ എഴുത്തുകളിലൂടെ അവരുടെ കാലഘട്ടത്തിൽ ലഭ്യമായ മറ്റു പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങളെ ഒക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് പഠനം നടത്തുന്ന രീതിയാണ് ടെക്സ്ച്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉറവിടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ആയിട്ടൊക്കെ പറയുന്നത് പ്ലാറ്റോയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ റിപ്പബ്ലിക് എന്നതിനെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മറ്റ് ചിന്തകന്മാരുടെ പുസ്തകങ്ങളെയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് എക്സാമ്പിളായിട്ട് എന്ത് ചെയ്യാറുള്ളത്, സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഓരോ ടെക്സ്റ്റുകളും അതാതു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുവഴി രാഷ്ട്രീയ സമീപനം നടത്താമെന്നുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മീനിങ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലെയും മൂല്യങ്ങൾ, അവയ്ക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ഇതുവഴി, ഈ ഒരു ടെക്സ്ച്വൽ മെത്തേഡ് വഴി സാധ്യമാകും എന്നുള്ളത് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ടെക്സ്ച്വൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഗ്രന്ഥങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ടെക്സ്ച്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് കോൺടെക്സ്ച്വൽ മെത്തേഡ്. കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സന്ദർഭം, അല്ലേ, സന്ദർഭം. അപ്പോൾ കോൺടെക്സ്ച്വൽ മെത്തേഡ് എന്ന് വെച്ചാൽ വെറും ടെക്സ്റ്റുകളെ മാത്രം ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോരാ, പഠനം നടത്തിയാൽ പോരാ. എന്നാൽ ഏറ്റവും നല്ല രീതി കോൺടെക്സ്റ്റ്, അതായത് ഓരോ സംഭവങ്ങളുടെയും കോൺടെക്സ്റ്റ് അന്വേഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സമയത്ത് നടന്നിട്ടുള്ളതായ കോൺടെക്സ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, കാര്യങ്ങളെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട രീതിയായിട്ട് മറ്റൊരു വിഭാഗം മുന്നോട്ട് വെക്കുന്നത്.
അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഭാഷാ സംവിധാനങ്ങളിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളിലൂടെ ടെക്സ്റ്റ് എന്നത് പൂർണ്ണമായും മനസ്സിലാക്കുക സാധ്യമല്ലെന്നും, എന്നാൽ ഓരോ കാലഘട്ടത്തിൻ്റെയും കോണ്ടെക്സ്റ്റുകൾക്ക് പ്രാധാന്യം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിശകലനം നടത്താൻ കഴിയുമെന്നുമാണ് ഇവിടെ കോണ്ടെക്സ്റ്റൽ മെത്തേഡിൻ്റെ വക്താക്കൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട വക്താക്കളാണ് ദരീദ, സ്കിന്നർ. ഇവരൊക്കെ ഈ ഒരു കോണ്ടെക്സ്റ്റൽ മെത്തേഡിന് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഇവരെന്ത് ചെയ്യുന്നില്ല, ടെക്സ്റ്റുകളെ തള്ളി പറയുന്നില്ല. ടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തെറ്റാണെന്ന് ഇവർ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൽ മെത്തേഡും കോണ്ടെക്സ്റ്റൽ മെത്തേഡും പരസ്പരം ബന്ധിതമായിട്ട് നിലനിൽക്കുന്ന മെത്തേഡാണ്. ഓക്കെ, ഒന്നാമത്തേത് കൂടുതൽ ടെക്സ്റ്റിന് പ്രാധാന്യം നൽകുന്നു, രണ്ടാമത്തേത് ടെക്സ്റ്റുകളെക്കാൾ കൂടുതൽ കോണ്ടെക്സ്റ്റുകൾക്ക്, അതായത് സന്ദർഭങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഈ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പുതിയ കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ സമീപനങ്ങൾ നിലനിൽക്കുന്നത് എന്ന് പറയുന്ന ഒരാശയമാണ് ഇവിടെ നമുക്ക് കോണ്ടെക്സ്റ്റൽ മെത്തേഡും ടെക്സ്റ്റൽ മെത്തേഡുമായിട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തേതിൽ നമുക്ക് പ്രധാനമായിട്ട് അപ്രോച്ചുകൾ, അതിൽ ട്രഡീഷണൽ അപ്രോച്ച് എന്താണ്, മോഡേൺ അപ്രോച്ച് എന്താണ്, അതിലുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിനുള്ള സബ്ബായിട്ട് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റു അപ്രോച്ചുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, താങ്ക് യു.